ഞാൻ എടുത്ത ഡിസിഷൻ തെറ്റായി പോയി എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു ഗൂഗിളിൽ? എന്തായിരുന്നു ആ സമയത്ത് ഒരു ഫീലിംഗ്? ഞാനവിടെ ചെന്ന് ഇന്റർവ്യൂ എടുത്തപ്പം എല്ലാം കഴിഞ്ഞപ്പോൾ അവർ പറയും ഇതുപോലെ പേയ്മെന്റ് അടയ്ക്കണം, പേയ്മെന്റ് അടച്ചിട്ട് നിങ്ങൾക്ക് 4 രൂപ പേയ്മെന്റ് അടയ്ക്കണം, എന്നിട്ട് നിങ്ങൾക്ക് ജോബ് പെർമനന്റ് ആവും എന്ന്. എന്നെ സ്പെസിഫിക് ആയിട്ടൊരു ജോബ് റോളില്ല. ഞാൻ അവിടെ സൂപ്പർവൈസിങ് ചെയ്യും, ഞാൻ അവിടെ ബുക്കിംഗ് ചെയ്യും, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കോഴ്സ് എടുക്കുന്ന സമയത്ത് തന്നെ വേറെ മറ്റു കോളേജുകളിലായാലും നമ്മുടെ കോളേജിലായാലും പുതിയ സ്റ്റുഡൻസ് എല്ലാം വരും. അപ്പോൾ നമ്മൾ അതിനൊപ്പം നമ്മൾ മാക്സിമം കോളേജിൽ നിന്ന് തരുന്ന തിയററ്റിക്കൽ നോളജ് കൂടാതെ നമ്മൾ നമ്മുടേതായ കുറേ സ്കില്ല് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ നമ്മൾ ഒരു നല്ല ടൈറ്റ് കോമ്പറ്റീഷനിൽ നിന്ന് നമുക്ക് നല്ലപോലെ മുന്നോട്ട് പോകാൻ പറ്റും. SLBSലെ സ്റ്റുഡൻ്റ് ആയ ഗൂഗിളിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്പോ ഡ്രൈവർ ലോജിസ്റ്റിക്സിൽ വർക്ക് ചെയ്യുന്ന ലോജിസ്റ്റിക്സ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഗൂഗിളിനെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഗൂഗിൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എൻ്റെ പേര് ഗൂഗിൾ, ഞാൻ A60 ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഞാൻ 2024 to 25 ബാച്ചാണ്. ഞാനിവിടെ SLBസിലായിരുന്നു പഠിച്ചത്. ഇപ്പോൾ ഞാൻ ഡ്രൈവർ ലോജിസ്റ്റിക്സിൽ വർക്ക് ചെയ്യുന്നു. എങ്ങനെയാണ് ഈ ഒരു ജേർണി? എങ്ങനെയാണ് ഈ BCA ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു അല്ലെ ഗൂഗിള്? അപ്പൊ എങ്ങനെയാണ് ഈ ലോജിസ്റ്റിക്സിലേക്ക് എത്തുന്നതും ഇപ്പോൾ ഒരു ലോജിസ്റ്റിക് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നതും ഗൂഗിള്? ഞാൻ ആദ്യം BCA കംപ്ലീറ്റ് ചെയ്തു, പിന്നെ ഞാൻ MC എടുക്കാൻ പോയതാണ്. അപ്പം MC എടുക്കാൻ പോയപ്പം എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പൈത്തൺ കോഴ്സ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ടേസ്റ്റ് IT ഫീൽഡ് അല്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഒരു ഡിപ്ലോമ എന്ന രീതിയിൽ ലോജിസ്റ്റിക്സ് എടുക്കാമെന്ന് വിചാരിച്ചു. ലോജിസ്റ്റിക്സിൻ്റെ ഒരു ജോലി സാധ്യത കൂടുതലായതുകൊണ്ടും ഞാൻ അങ്ങനെ SLBസിൽ വന്നെത്തി. ഇപ്പോൾ ആസ് ഓഫ് നൗ എന്താണ് ഗൂഗിളിന് ഫീൽ ചെയ്യുന്നത്? എടുത്ത തീരുമാനം ഒക്കെ എന്ത് തോന്നുന്നു? ഇപ്പം എനിക്ക് എടുത്ത തീരുമാനം നല്ലതാണെന്ന് തന്നെ തോന്നുന്നു. കാര്യം ഞാൻ ആദ്യം ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് കുറേ കൺഫ്യൂഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഓക്കെ ആണ്, ഹാപ്പി. ഗൂഗിള് അവിടെ എന്തൊക്കെ കൈൻഡ് ഓഫ് വർക്ക്സ് ആണ് ചെയ്യുന്നത്? ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് പ്ലേസ് ആയ ആ ഒരു കമ്പനി അവിടെ എന്തൊക്കെ ജോബ് റോൾസ് ആണ് ഗൂഗിളിന് വരുന്നത്? എൻ്റെ ജോബ് റോൾ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടൊരു ജോബ് റോളില്ല. ഞാൻ അവിടെ സൂപ്പർവൈസിങ് ചെയ്യും, ഞാൻ അവിടെ ബുക്കിംഗ് ചെയ്യും, അതുപോലെ തന്നെ ഞാൻ മറ്റ് മൂവ്മെൻറ്റ് വെയർ ഹൗസിനകത്ത് നടക്കുന്ന എല്ലാ മൂവ്മെൻറ്റിൻ്റെയും കാര്യങ്ങൾ ഞാൻ സിസ്റ്റം ത്രൂ മൂവ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് സൂപ്പർവൈസിങ് ആണ് ഞാൻ കൂടുതലും ചെയ്യാറ്. കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങി ഈ ഒരു ജോലിയിലേക്ക് പ്ലേസ് ആവുന്ന ഒരു സമയത്ത് ഉള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ കോഴ്സ് കഴിഞ്ഞു ഞാൻ കുറേ പ്ലേസ്മെൻറ്റ് ഞാൻ അല്ലാതെ സെൽഫായിട്ട് നോക്കി. ആദ്യം ഒരെണ്ണം ട്രിവാൻഡ്രത്തായിരുന്നു നോക്കിയത്. ട്രിവാൻഡ്രത്ത് ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത് ലേബർ വർക്കിനായിരുന്നു. ഞാൻ ആദ്യത്തെ ഒരു ദിവസം ഫുള്ള് ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ലോജിസ്റ്റിക്സുമായിട്ട് ഫീൽഡ് ചെയ്തതല്ല, ഇത് വേറെ ഫീൽഡാണ്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ തന്നെ കോളേജിലെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളും തന്നെ നോക്കുന്നുണ്ടായി. പിന്നെ അത് കൂടാതെ ബാംഗ്ലൂരിൽ ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയി. അതും ഇതേപോലെ തന്നെ ഏജൻസി ആയിരുന്നു, എനിക്ക് ഓക്കെ ആയില്ല. ഞാനപ്പം കോളേജിലെ പ്ലേസ്മെൻറ്റ് തന്നെ കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്തു. എനിക്ക് എവിടെയാണോ വീക്ക് പോയിന്റ് അതെല്ലാം ഞാൻ കവറപ്പ് ചെയ്തിട്ട് ഞാൻ മുന്നോട്ട് നീങ്ങി. എനിക്ക് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ജോലി. ഇപ്പൊ കറന്റ്ലി വർക്ക് ചെയ്യുന്ന ആ ഒരു കമ്പനിയിൽ പ്ലേസ്മെന്റിന്റെ ആ ഒരു സമയത്ത് എന്തെങ്കിലും ഹഡിൽസ് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? എത്ര റൗണ്ട് ഓഫ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? എന്തായിരുന്നു ആ ഒരു സമയത്തെ സിറ്റുവേഷൻ? ഓൾറെഡി ഞാനൊരു 3-4 ഇൻ്റർവ്യൂ കഴിഞ്ഞ് വന്ന എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നോളജ് ഓൾറെഡി എനിക്കുണ്ടായി. പിന്നെ ഈ ഡ്രൈവർ ലോജിസ്റ്റിക്സിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പം അവിടെ ആദ്യത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ചെറിയ കോൺഫിഡൻസ് ഉണ്ടായി, ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ, എന്തായാലും നല്ലപോലെ ഇന്നലത്തേനെക്കാട്ടി നല്ലപോലെ ഇന്ന് വർക്ക് ചെയ്യാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, വീട്ടിൽ ഇരുന്ന് സെൽഫായിട്ട് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് എനിക്ക് വീക്ക് പോയിന്റ് ഞാനതെല്ലാം കവറപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് ഞാൻ കഴിഞ്ഞു. മൂന്നാമത്തെ ഇൻ്റർവ്യൂ എനിക്ക് കുറച്ചുകൂടെ ടഫായിരുന്നു, പക്ഷേ ഞാനത് കവറപ്പ് ചെയ്തു. ഒടുവിൽ എനിക്ക് 4ാമത്തെ ഇൻ്റർവ്യൂവിൽ ഓക്കെ ആയി, ഞാൻ ജോയിൻ ചെയ്തു. ഇപ്പോൾ ഈ കോഴ്സൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമായിരിക്കും. അപ്പോൾ അവർക്ക് ഒരു ലോജിസ്റ്റിക്സ് പഠിച്ചിറങ്ങിയ വ്യക്തി, ഇപ്പോൾ ഒരു പ്ലേസ്മെന്റ് ആയ ഒരു വ്യക്തി എന്ന രീതിയിൽ അവർക്ക് എന്ത് ഒരു അഡ്വൈസ് ആണ് ഗൂഗിളിന് കൊടുക്കാനുള്ളത്? എനിക്ക് മെയിനായിട്ട് കൊടുക്കാനുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യരുത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പല മൾട്ടി ടാസ്കിങ്ങും കൂടെ നമ്മൾ നോളജ് ഗെയിൻ ചെയ്യാൻ നോക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ലോജിസ്റ്റിക്സ് ഫീൽഡിൽ ഇറങ്ങിയ ടൈമിൽ തന്നെ അതിൻ്റെ കൂടെ തന്നെ അഡ്വാൻസ് എക്സൽ കോഴ്സ് ചെയ്യുന്നുണ്ടായി. അതിൻ്റെ കൂടെ തന്നെ ഞാൻ സെപ്പറേറ്റ് എനിക്ക് വേണ്ട എവിടെയാണോ വീക്ക് പോയിന്റ്, നോളജസ് എവിടെയാണ് എനിക്ക് വേണ്ടത് അതെല്ലാം ഞാൻ കവറപ്പ് ചെയ്യാൻ നോക്കി. അതുപോലെ എൻ്റെ ഇംഗ്ലീഷ് ഫ്ലുവൻസി ഞാൻ മാക്സിമം
ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കി. അങ്ങനെ എവിടെയാണോ എനിക്ക് ഒരു ഇൻ്റർവ്യൂവിന് എവിടെയൊക്കെ എന്തൊക്കെ വീക്ക് പോയിൻ്റ് ആണോ അതെല്ലാം ഞാൻ ക്രാക്ക് ചെയ്തെടുക്കാൻ മാക്സിമം നോക്കി. എൻ്റെ സെൽഫായിട്ട് ഞാൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതെല്ലാം ഞാൻ സെൽഫായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കി. BCA കഴിഞ്ഞിട്ട് നേരെ ലോജിസ്റ്റിക്സിലേക്ക് വരുന്നു അല്ലെ. MCA എടുക്കേണ്ട ഗൂഗിൾ ഈ ഒരു തീരുമാനം സ്വന്തമായിട്ട് എടുത്തതാണോ അതോ ഫാമിലി എല്ലാം ഡിസൈഡ് ചെയ്തിട്ട് എടുത്തതാണോ? എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി എന്നൊന്ന് പറയൂ. BCA കഴിഞ്ഞിട്ട് ഞാൻ MCA എടുക്കാനായിരുന്നു പ്ലാനിങ്. ബട്ട് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയണമായിരുന്നു. കാര്യം IT മേഖല ആയതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. അപ്പം ഞാൻ എൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഒരു ക്രാഷ് കോഴ്സ് എന്ന രീതിയിൽ പൈത്തൺ എടുത്തു. പൈത്തൺ എടുത്തപ്പോൾ കോഴ്സും കാര്യങ്ങളും എല്ലാം ഞാൻ പഠിച്ചു ക്രാക്കായി വരുന്നു. പക്ഷേ എനിക്ക് ടേസ്റ്റ് ശരിയാവാത്തതുകൊണ്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിപ്ലോമ കോഴ്സ് എടുക്കാമെന്ന് കരുതി. അങ്ങനെ ഇരിക്കുകയാണ് ലോജിസ്റ്റിക്സ് എനിക്ക് സൂട്ടാവുമെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ SLBസിൽ കോണ്ടാക്ട് ചെയ്തു, അഡ്മിഷൻ എടുത്തു. ഇപ്പോഴത്തെ ഒരു കുട്ടികളൊക്കെ പഠിച്ചിറങ്ങി ഒരു കോഴ്സ് കഴിഞ്ഞ് പഠിച്ചിറങ്ങുന്നു, ജോലി ആവുന്നു, എനിക്ക് ഇവിടെ ജോലി വേണം, എനിക്ക് ഇത്ര സാലറി, എനിക്ക് ഇത്ര വർക്കിംഗ് ടൈം, അങ്ങനെ ഒരുപാട് എക്സ്പെക്ടേഷനിൽ നിൽക്കുന്ന കുട്ടികളാണ്. പക്ഷെ ഇതിനൊരു റിയാലിറ്റി സൈഡ് ഉണ്ട് അല്ലെ ഗൂഗിളെ. ആ ഒരു റിയാലിറ്റി സൈഡ് വെച്ച് നമ്മളുടെ കുട്ടികളോട് എന്താണ് ഗൂഗിളിന് പറയാനുള്ളത്? മെയിൻലി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആസ് എ ഫ്രഷർ എന്ന രീതിയിൽ നമുക്കൊരു ലിമിറ്റേഷൻ നമ്മൾ വെക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആസ് എ ഫ്രഷർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സ്റ്റാർട്ടിങ് ഒരു ബിഗിനിങ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ. കാര്യം ഇപ്പം 9 to 6 ജോബ് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് 7 വരെ നിൽക്കേണ്ടി വരും. പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. പിന്നെ നമ്മൾ ഇന്ന സ്റ്റേറ്റിലെ നമ്മൾ ഇന്ന സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇന്ന ജില്ലയിലെ നമ്മൾ നിൽക്കുകയുള്ളൂ എന്ന് പറയും. നമ്മൾ നോക്കിയിരുന്ന് നമ്മൾ അത്രയും ബാക്കിലോട്ടേ പോകുള്ളൂ. മാക്സിമം നമ്മൾ കംഫോർട്ട് സോൺ വിട്ട് പുറത്ത് വന്നാലേ കുറേയൊക്കെ നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ എനിക്ക് തോന്നിയ കാര്യം. ഈ ജോലിയിലുള്ള ഇന്റർവ്യൂ ഗൂഗിളിന്റെ ആദ്യത്തെ ഇന്റർവ്യൂ അല്ല എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഇതിന്റെ മുന്നേ ഉള്ള ഇന്റർവ്യൂ എക്സ്പീരിയൻസ് എത്രത്തോളം ഗൂഗിളിനെ ഈ ഒരു ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ, 4 റൗണ്ട് ഓഫ് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഇതിനു മുന്നേ എൻ്റെ ഫസ്റ്റ് കമ്പനി എന്ന് പറയുമ്പോൾ ഇബി സ്മാർട്ട് ആയിരുന്നു. അവിടെ ഞാൻ ഇൻ്റർവ്യൂവിൽ എങ്ങനെ ക്രാക്ക് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നോർമൽ ഗ്രൂപ്പ് വഴി കണ്ടിരുന്നതാണ്. ഞാൻ അവിടുത്തെ സാറിനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ സാറ് എന്നെ ഓൺലൈൻ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. ഈ ഓൺലൈൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എന്നോട് ബേസിക് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചുള്ളായിരുന്നു. പിന്നെ അവിടെ നിന്നോട്ട് തന്നെ ഞാൻ ലോജിസ്റ്റിക്സ് റിലേറ്റഡ് കുറച്ചും കൂടെ അഡ്വാൻസ് ലെവല് പോകണം, ജോലി നോക്കി ഇരിക്കുകയാണ്. എനിക്ക് ഇതുപോലെ ബാംഗ്ലൂരിലൊരു ഇൻ്റർവ്യൂ വന്നത്. അവിടെ ഞാൻ പോയി എനിക്ക് ഇവിടുന്ന് 2 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ 2 ഇൻ്റർവ്യൂ ഞാൻ ഓൺലൈൻ ത്രൂ ആയിരുന്നു. ഓൺലൈൻ ഓക്കെ ആയി അങ്ങോട്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാനവിടെ ചെന്ന് ഇൻ്റർവ്യൂ എടുത്തപ്പം എല്ലാം കഴിഞ്ഞപ്പോൾ അവർ പറയും ഇതുപോലെ പേയ്മെൻറ്റ് പേയ്മെൻറ്റ് അടച്ചിട്ട് നിങ്ങൾക്ക് 4 രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം, എന്നിട്ട് നിങ്ങൾക്ക് ജോബ് പെർമനൻ്റ് ആവും എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്കൊരു ചീറ്റിങ് തോന്നിയുകൊണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു ചെറിയ ഏജൻസിയാണ്, പിന്നെ ട്രസ്റ്റബിളും അല്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് അന്ന് ഇറങ്ങി. പിന്നത്തെ എൻ്റെ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുമ്പം ഒരു ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർ ആയിട്ടായിരുന്നു. ഇൻഡീഡിലാണ് ഞാൻ കണ്ടത് ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർ. അതിനകത്ത് സൂപ്പർവൈസർ റോളാണ് കൂടുതലും സ്പെസിഫൈ ചെയ്തത്. ഓവർസീ ലോഡിങ് ആൻഡ് അൺലോഡിങ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു ലേബർ വർക്കാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഫുള്ള് വാച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇത് എൻ്റെ ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അപ്പം എനിക്ക് തോന്നാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് റിസൈൻ ഇട്ടു. അങ്ങനെ കുറേ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്ത് എനിക്ക് വന്ന ഇൻ്റർവ്യൂസ് എല്ലാം ക്ലീൻ ഇൻ്റർവ്യൂ ആയിരുന്നു. എന്ന് പറയുമ്പോൾ ഞാൻ പഠിച്ച റിലേറ്റഡ് ആയിരുന്നു എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ അത്ര നോളജ് ഗെയിൻ ചെയ്ത് എനിക്ക് ഈ ഡ്രൈവർ ലോജിസ്റ്റിക്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ കുറേ ഓക്കെ ആയിരുന്നു നോളജ്. അപ്പോൾ എനിക്ക് കിട്ടി. ഈ 2 വേസ്റ്റ് എക്സ്പീരിയൻസ്, ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള 2 എക്സ്പീരിയൻസിലൂടെയാണ് ഗൂഗിളിൽ പോയത് ഇന്റർവ്യൂവിൽ. അപ്പോൾ ആ സമയത്ത് അയ്യോ ഞാൻ എടുത്ത ഈ ഡിസിഷൻ തെറ്റായിപ്പോയോ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ? തെറ്റായി പോയെന്ന് ചോദിച്ചാൽ 2ഉം തെറ്റായി പോയെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ബാംഗ്ലൂർ പോയെന്ന് പറയുമ്പോൾ ഇവിടുന്ന് എനിക്ക് നല്ല എക്സ്പെൻസ് ആയിരുന്നു. എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയ നല്ല എക്സ്പെൻസ് ആയി. പിന്നെ അവിടെ ചെന്നപ്പോൾ ചീറ്റിംഗ് കൂടാന്ന് അറിഞ്ഞപ്പോഴത്തേക്കും മെൻ്റലി കുറച്ച് ഡൗൺ ആയിരുന്നു. കാര്യം ഇവിടുന്ന് ഇത്രയും ദൂരം പോയി അവിടെ ചെന്നിട്ട് ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് നമ്മളൊട്ടും ഉറപ്പിച്ചില്ല. അതിൻ്റേതായ ഒരു ടെൻഷൻ ഉണ്ടായി. ബട്ട് എനിക്ക് ഇവിടുന്ന് നന്ദന മാമും ടീമും എനിക്ക് കുറേ പ്ലേസ്മെൻറ്റ് തന്നിരുന്നു. ഞാൻ അതിൻ്റെ കൂടെ തന്നെ പോകുമായിരുന്നു. മാക്സിമം വിട്ടുകൊടുക്കാൻ നിന്നില്ല, കുറേ ശ്രമിച്ചു. കുറേ ഇൻ്റർവ്യൂസ് കുറേ സ്റ്റേറ്റിൽ അതുപോലെ തന്നെ ജില്ലകളിലും ഞാൻ ട്രൈ ചെയ്തു. ഒടുവിൽ എനിക്ക് ഇൻ്റർവ്യൂ ക്രാക്കായി. ഈ 2 വേസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടായ സമയത്ത് ബാംഗ്ലൂരിൽ നിന്നും ട്രിവാൻഡ്രത്തും ഇത്രയും ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടായപ്പോൾ ഞാൻ ഈ ലോജിസ്റ്റിക്സ് എന്ന കോഴ്സ് എടുക്കണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ ഗൂഗിളിൽ ഉണ്ടായിരുന്നു? ഞാൻ എടുത്ത ഡിസിഷൻ തെറ്റായി പോയി എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു ഗൂഗിളിൽ?
എന്തായിരുന്നു ആ സമയത്ത് ഒരു ഫീലിംഗ്? തെറ്റായി പോയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂ, അതിപ്പം ഏത് ജോബിനായാലും നമുക്ക് ഫേക്കുകൾ വരാം, റിയൽ വരാം, എല്ലാം വരാം. നമ്മളത് നോക്കി കണ്ടുപിടിച്ച് നമ്മൾ പോയി ചെന്നാലേ നമുക്ക് ഫേക്കാണോ റിയൽ ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഞാനത് കണ്ടുപിടിക്കാൻ ചെന്നു, എനിക്ക് ഫേക്കെന്ന് തോന്നി, ഞാൻ പോയിട്ടില്ല. പിന്നെ എന്നും പറഞ്ഞ് ഞാൻ ആ ലോജിസ്റ്റിക്സ് റിലേറ്റഡ് ഇതിങ്ങനെ ഒരു ഡൗൺഫോൾ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ മാക്സിമം മൂവ് ചെയ്തുകൊണ്ടിരുന്നു. ഓരോ ഇൻ്റർവ്യൂ മാക്സിമം ക്രാക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ നോക്കി ക്രാക്ക് ചെയ്യാൻ മാത്രമായിട്ട് പോയി. സോ ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങുന്ന, ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ നിൽക്കുന്ന സ്റ്റുഡൻസിനോട് എന്തെങ്കിലും അഡ്വൈസ് ഗൂഗിളിന് പറയാനുണ്ട്? പ്രത്യേകിച്ച് എനിക്ക് അഡ്വൈസ് ആയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്ന തിയററ്റിക്കൽ നോളജ് നമുക്ക് വേണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സെൽഫായിട്ട് ഇമ്പ്രൂവ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിപ്പം കമ്പ്യൂട്ടർ സ്കില്ലിലായാലും നമ്മുടെ സെൽഫായിട്ടുള്ള സ്കില്ലിലായാലും നമ്മളിപ്പോൾ ഒരു വേ ഓഫ് പ്രസൻറ്റേഷനും കാര്യങ്ങളെല്ലാം നമ്മൾ മാക്സിമം ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുക. കാര്യം ഇപ്പം നമുക്കൊരു ഇൻ്റർവ്യൂ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഇൻ്റർവ്യൂവിന് അത് കിട്ടണം. എവിടെയാണോ വീക്ക് പോയിന്റ് അത് നമ്മൾ കവറപ്പ് ചെയ്ത് പോയാലേ നമുക്ക് ഇൻ്റർവ്യൂസ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ സക്സസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഈ മൊമെന്റിൽ SLBS എത്രത്തോളം ഗൂഗിളിന്റെ ഈ ജേർണിയിൽ ഗൂഗിളിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? SLBS എന്നെ ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ, ഇതുപോലെ എനിക്ക് തിയററ്റിക്കൽ പരമായിട്ടും അതുപോലെ ഇൻ്റർവ്യൂ ബേസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള നോളജസും എല്ലാം എനിക്ക് SLBSൻ്റെ ഭാഗത്തു നിന്ന് നല്ല ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നന്ദന മാമിൻ്റെ ടീം എനിക്ക് നല്ല പോലെ പ്ലേസ്മെൻറ്റ് അഷ്യൂർ ചെയ്ത് തന്നിട്ടുണ്ടായി. അപ്പോൾ കൂടുതലും ഞാൻ അതാണ് ഫോക്കസ് ചെയ്തത്. ഈ തിയററ്റിക്കൽ നോളജിനെ പ്രാക്ടിക്കാലിറ്റിയിലേക്ക് കൊണ്ടുവരുമ്പോൾ, വർക്ക് പ്ലേസിൽ പ്രാക്ടിക്കാലിറ്റിയിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? ആദ്യമൊക്കെ എനിക്ക് നല്ല ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. കാര്യം ആസ് എ ഫ്രഷർ എന്ന രീതിയിൽ നമുക്ക് എന്തായാലും ഒരു തിയററ്റിക്കൽ നോളജ് വേണം. അപ്പോൾ ഞാൻ ആദ്യം കാര്യം ഞാനൊരു പാർട്ട് ടൈം ജോലി ചെയ്തിട്ട് കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്ത് കുറേ എന്താ പറയുക, ബില്ലിങ് കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെയും ഉപകാരപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആസ് എ ഫ്രഷർ എന്ന രീതിയിൽ തിയററ്റിക്കൽ നോളജ് അത്യാവശ്യമാണ്. കാര്യം ഒരു ഫ്രഷർ എന്ന രീതിയിൽ അവർക്ക് ഒരു കമ്പനിയിലെ വർക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കാൻ പറ്റില്ല. അവർക്ക് ഒരു ഫ്രഷറിൻ്റെ ലിമിറ്റേഷൻ അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ ഒരു തിയററ്റിക്കൽ വെച്ചും നമ്മുടെ ഒരു സ്കിൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും എനിക്ക് വന്നിട്ടുള്ളത്. ഈ സ്കിൽ എന്ന് പറഞ്ഞ നിർത്തിയ പോയിന്റ് ആയതുകൊണ്ട് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഈ സ്കിൽ എത്രത്തോളം ഗൂഗിളിൻ്റെ കരിയറിൽ സക്സസ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? എനിക്ക് മെയിൻലി സ്കിൽ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ സ്കില്ല് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ് എക്സൽ കോഴ്സ് ഞാൻ SLBSലെ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ അഡ്വാൻസ് എക്സൽ കോഴ്സ് എടുത്തിരുന്നു. അതെനിക്ക് നല്ലപോലെ ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാനായാലും എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. നമ്മളുടെ ഈ ലോജിസ്റ്റിക് ഇൻഡസ്ട്രി ദിനം പ്രതി എന്താണ് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡ്, എക്സ്പോർട്ട് എല്ലാം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളുടെ സാധ്യതകളും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. സോ ഈ ഒരു സിറ്റുവേഷനിൽ ഗൂഗിളിന് കരിയർ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ ഓൾറെഡി പ്ലേസ് ആയി. ഇനി ഇതല്ല, കരിയർ ഗ്രോത്ത്, കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഗൂഗിളിൽ നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ, ഒരുപാട് ഉയരങ്ങളിലേക്ക് ഗൂഗിളിന് എത്താൻ പറ്റട്ടെ. ഇത്രയും സമയം മാറ്റി വെച്ച് അറിയാം, ബിസി ഷെഡ്യൂൾസ് ആണെന്നൊക്കെ അറിയാം. എന്നിട്ടും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി വന്നതിന് ഒരുപാട് താങ്ക് യു ഗൂഗിൾ. ഇനി നമ്മളെ സ്റ്റുഡൻസിനോട് ലാസ്റ്റായിട്ട് എന്തെങ്കിലും 2 അഡ്വൈസായിട്ട് പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് തന്നെ മെയിൻ കാര്യം. നമ്മൾ കോളേജിൽ നിന്ന് കിട്ടുന്ന നോളജ് കൂടാതെ നമ്മൾ എക്സ്ട്രാ നമ്മൾ സെൽഫ് ഇമ്പ്രൂവ് ആവാൻ നോക്കുക. നമുക്ക് എവിടെയൊക്കെയാണോ വീക്ക് അത് നമ്മൾ കവറപ്പ് ചെയ്യാം. അത് തന്നെ.